ഗുരുവായൂർ പുന്നത്തൂർ ആനത്താവളത്തിൽ ആനയൂട്ടും പാപ്പാന്മാർക്കായി ബോധവൽക്കരണ ശില്പശാലയും നടത്തി. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ സനിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധത്തെ പിന്തുണച്ച് ഇടതുപക്ഷ കൗൺസിലർമാരും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങുമായി കൊച്ചിൻ കണ്ടെയ്നർ കാരിയർ ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,75,000 രൂപയാണ് അസോസിയേഷൻ കൈമാറിയത്. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ ഒരാൾ കിണറ്റിലകപ്പെട്ടു. അകപ്പെട്ടത് വിളപ്പിൽശാല സ്വദേശി സത്യശീലൻ. കിണറ്റിലകപ്പെട്ട വിവരം വീട്ടുകാരറിയുന്നത് മണിക്കൂറുകൾക്ക് ശേഷം. കാട്ടാക്കട അഗ്നിരക്ഷാസേന എത്തി പുറത്തെത്തിക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരം കോട്ടൂർ വന്യജീവി സങ്കേതത്തിൽ ഗജദിനാഘോഷം. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഫോറസ്റ്റ് കൺസർവേറ്റർ KN ശ്യാം മോഹൻലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധി ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മാറനല്ലൂർ ATM മെഷീന്റെ ഡിസ്പ്ലേ തകർത്തതായി പരാതി. മാറനല്ലൂർ ജംഗ്ഷന് സമീപം സ്ഥാപിച്ചിട്ടുള്ള യൂണിയൻ ബാങ്കിന്റെ ATM ഡിസ്പ്ലേയാണ് തകർന്ന നിലയിൽ കണ്ടെത്തിയത്. ജീവനക്കാർ പണം നിറയ്ക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമലയിൽ 18-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 62-കാരൻ അറസ്റ്റിൽ. വലിയമല പനക്കോട് സ്വദേശി ബാബുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടുജോലിക്ക് വന്ന ബാബു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി തിരുവനന്തപുരം വെഞ്ഞാറമൂട് മുതുവിള റെസിഡൻസ് അസോസിയേഷൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ കൈമാറി. തിരുവനന്തപുരം തമ്പാനൂരിൽ ബാറിൽ വെച്ച് യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായത് കരമന സ്വദേശികളായ വിജയകുമാർ, സുമേഷ് എന്നിവർ.